2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് ഒരു വർഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ തന്നെ വമ്പൻ അട്ടിമറികൾ കേരളത്തിൽ ഉടനീളം 3 പാർട്ടികൾക്കിടയിലും നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം, പലതരത്തിലുമുള്ള സർവേ റിസൾട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ പലതരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കാമെന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള സർവേ റിസൾട്ടുകളും അതോടൊപ്പം തന്നെ കണക്കുകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും 2026 അപ്രതീക്ഷിതമായിട്ടുള്ള വമ്പൻ ട്വിസ്റ്റുകൾ സംഭവിക്കാനായിട്ടാണ് കേരളം കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലുള്ള കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സമയം കളയാതെ നമുക്ക് 2026 കേരളത്തിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ വിശകലനവും അതോടൊപ്പം തന്നെ സർവേ റിസൾട്ടുകളുമൊക്കെ തന്നെ ഏത് തരത്തിലാണ് പുതിയ തോതിൽ വന്ന സർവേ റിസൾട്ട് പ്രകാരം കേരളത്തിൽ എന്ത് തരം അട്ടിമറി സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ റിസൾട്ട് പ്രകാരം നോക്കുവാണെങ്കിൽ കേരളത്തിൽ 2026 ഭരണമാറ്റം സംഭവിക്കാൻ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. പക്ഷേ അവിടെയും വമ്പൻ ട്വിസ്റ്റുകൾ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ 2026 UDF സംബന്ധിച്ചിടത്തോളം LDF സംബന്ധിച്ചിടത്തോളം BJP സംബന്ധിച്ചിടത്തോളം സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വലിയ തോതിലുള്ള ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ്. അത് ഈ സർവേയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് LDF സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കുറയുമെന്നുള്ളത് വ്യക്തമാണ്. UDF സംബന്ധിച്ചിടത്തോളം അവർക്ക് 2021 കിട്ടിയതിനേക്കാട്ടിലും കുറച്ചധികം സീറ്റുകൾ കൂടുതൽ കിട്ടും. BJPക്ക് ഇവിടെ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് അവർക്ക് അക്കൗണ്ട് വീണ്ടും തുറക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, സീറ്റുകളുടെ എണ്ണത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുമെന്നുള്ളത് ഈ സർവേയിലൂടെ വ്യക്തമായിരിക്കുന്നു. നിലവിൽ പുറത്തു വന്ന സർവേ പ്രകാരമാണെങ്കിൽ കേരളത്തിൽ UDF സ്വന്തമാക്കാൻ പോകുന്ന സീറ്റുകൾ 77 സീറ്റുകളോളം UDF സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് ഈ സർവേ പ്രകാരം വ്യക്തമാകുന്നത്. LDF സംബന്ധിച്ചിടത്തോളം അവർക്ക് 55 സീറ്റുകളോളം ലഭിച്ചേക്കാം എന്നുള്ള റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും ട്വിസ്റ്റ് BJP തന്നെയാണ്. BJPക്ക് ഇത്തവണ 8 സീറ്റുകളോളം ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് ഈ സർവേ പറയുന്നത്. അതായത് ഏകദേശം 10-നുള്ളിൽ സീറ്റുകൾ BJPക്ക് ലഭിച്ചേക്കാം എന്നുള്ള തരത്തിൽ ഈ സർവേ വ്യക്തമാക്കുന്നു. അതായത് 8 സീറ്റുകൾ അവർക്ക് ലഭിച്ചേക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ് ആ ഒരു ചാൻസ് നിലനിൽക്കുന്ന രീതിയിൽ ഈ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കത്തിൽ തന്നെ UDF ഭരണത്തിൽ വരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ എങ്കിൽ പോലും അവിടെയും ട്വിസ്റ്റുകൾ പലതരത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കണക്കുകളിൽ നിന്നും വ്യക്തമാണ്. അതായത് പല മണ്ഡലങ്ങളിലും പല നിയമസഭാ സീറ്റുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് എന്ന് തന്നെയാണ് ഈ സർവേ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നേരിയ തോതിലുള്ള ഭൂരിപക്ഷത്തിൽ അവിടെ ആര് വിജയിക്കാം എന്നുള്ള തരത്തിലോട്ട്, ആരും വിജയിച്ചേക്കാം എന്നുള്ള തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത്. 1-2 സീറ്റുകളൊന്നുമല്ല, നിരവധി സീറ്റുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ട്വിസ്റ്റ് നിലനിൽക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള സീറ്റുകളിൽ തീർച്ചയായിട്ടും വോട്ടുകൾ ഏത് തരത്തിൽ മറിയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇവിടെയാണ് BJPയുടെ ഒരു പ്രാധാന്യം കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. BJP വോട്ടുകൾ ഈ സ്ഥലങ്ങളിൽ ഏത് തരത്തിൽ മറിയുമെന്നുള്ളതാണ് ഏറ്റവും ടെസ്റ്റ്. പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഏറ്റവും കൂടുതൽ സീറ്റുകൾ എന്ന് പറയുന്നത് UDF LDF മുന്നിട്ട് നിൽക്കുന്ന സീറ്റുകളിൽ തന്നെയാണ്. ആ സീറ്റുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ചില സ്ഥലങ്ങളിൽ UDF നേരിയ തോതിൽ മുന്നിട്ട് നിൽക്കുന്നു എങ്കിലും ചില സീറ്റുകളിൽ LDF മുന്നിട്ട് നിൽക്കുന്നതായിട്ടുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഈ സീറ്റ് തന്നെ മാറി മറിയുന്ന തരത്തിൽ, അതായത് വോട്ടുകളിൽ വരുന്ന വ്യത്യാസം അതിപ്പോൾ ഇവിടെ BJP 3-ാം സ്ഥാനത്താണെങ്കിൽ തന്നെയും, അതായത് ഇഞ്ചോടിഞ്ച് നടക്കുന്ന സ്ഥലങ്ങളിൽ BJPക്ക് ഉള്ള വോട്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവർ ഏത് തരത്തിൽ അവരുടെ വോട്ടുകൾ മറിയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. ആ വോട്ടുകൾ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വിജയപരാജയങ്ങൾ എന്നുള്ളത് നിശ്ചയമാണ്. അത് LDFിലേക്ക് മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും LDF ഗുണകരമാവുന്ന തരത്തിലോട്ട് ഈ ഒരു 2026 തെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരുപാട് സീറ്റുകളിൽ ആ ഒരു തരത്തിലുള്ള
റിസൾട്ട് വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ BJPയുടെ വോട്ട് അത് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറാം. അങ്ങനെ ഈ UDF വിജയിക്കേണ്ട സീറ്റുകളിൽ ഒരു അട്ടിമറിയിലൂടെ LDF വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ, BJP വോട്ടുകൾ LDFിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെയും ഏറ്റവും വലിയ ട്വിസ്റ്റുകൾ സംഭവിക്കാം. അതോടൊപ്പം തന്നെയാണ് തിരിച്ച് ചിന്തിച്ചാലും, അതായത് LDF വോട്ടുകൾ BJPയിലേക്ക് മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും BJPക്ക് സീറ്റ് കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. അവിടെ UDF പെട്ടുപോകുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറും. അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു തൂക്കുസഭയിലേക്ക് വരെ കാര്യങ്ങൾ മാറാമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാവുന്നത്. അതായത് ഈ സർവേയിൽ പോലും UDFന് മുൻതൂക്കമുണ്ടെങ്കിലും 77 സീറ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പല സീറ്റുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വ്യക്തമാവുന്നത്. അതായത് ചെറിയ വോട്ടിൻ്റെ ഡിഫറൻസിലായിരിക്കും വിജയപരാജയങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും BJP വോട്ടുകൾ നിർണായകമായി മാറാം ആ സീറ്റുകളിൽ എന്നുള്ളത് വ്യക്തമാണ്. അത് LDFന് ഗുണകരമായി മാറുമോ UDFന് ഗുണകരമായി മാറുമോ എന്നുള്ളത് മാത്രമാണ് നിലവിലത്തെ ചോദ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 2026 തെരഞ്ഞെടുപ്പ് അതിനിർണായകമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJP സീറ്റുകൾ കേരളത്തിൽ നേടിയെടുക്കുമെന്ന് തന്നെയാണ് മിക്ക സർവേകളും പറയുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും BJP ഗുണകരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ LDF വീണ്ടും ഭരണത്തിൽ വരുമോ, UDFന് ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുമോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് BJPയുടെ വോട്ടുകൾ ഏത് തരത്തിൽ മാറി മറിയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അത് LDFന് അനുകൂല ഘടകമായിട്ട് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും UDFന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. അതല്ലാതെ സംഭവിച്ചു കഴിഞ്ഞാൽ UDFന് വലിയ തരംഗമൊന്നും ഇല്ലെങ്കിൽ പോലും നേരിയ തോതിലുള്ള മുൻതൂക്കത്തിൽ ഭരണത്തിലെത്താൻ സാധിച്ചെന്ന് വരാം. എന്തായാലും ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു വലിയ തെരഞ്ഞെടുപ്പ് തന്നെയാണ് 2026 കേരളം കാണാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കൊല്ലത്തോളം ഇനിയും ബാക്കിയുണ്ട്. എന്തെല്ലാം തരം അട്ടിമറികളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴത്തേക്കും വരുന്ന ദേശീയ സർവേകളിലൊക്കെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.